അച്ഛനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോഴും അമ്മ എന്നോട് ദേഷ്യപ്പെട്ടു. ചോദിച്ചത് തെറ്റായിപ്പോയെന്ന് എനിക്കും തോന്നി. അമ്മ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ, എന്നിട്ട് അമ്മയെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പാടുണ്ടോ? ഇനി ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചോദിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളതാ. എന്റെ വായിന്ന് അറിയാതെ വീണുപോയതാ മോളെ, അത് തങ്കം ക്ഷമിച്ചോളൂ. മോള് പെട്ടെന്ന് പോയിട്ട് വാ, കൈവിട്ടു പോയാ പിന്നെ അവളെ കിട്ടില്ല. ആ ശരി ഗോപാലമാമ, എടി വാ. എടി ഉണ്ണിമായെ, അമ്മ ചിലപ്പോ തടസ്സം പറയും, നീ ഒന്ന് എന്റെ കൂടെ നിക്കണം കേട്ടോ. വാ. അമ്മേ, അമ്മേ. എന്താ? അതെ, ആ സുന്ദരി സിറ്റിയിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആ ഗോപാലനാണോ? അല്ലമ്മേ, സിറ്റിയിൽ ചെന്നപ്പോഴേ കൃഷ്ണ പരിചയപ്പെട്ട ഒരു കൂട്ടുകാരി വിളിച്ചു പറഞ്ഞതാ. എനിക്കൊന്ന് തിരിച്ചു പോണമേ, അവരെ കാണണം. വേണ്ട, അനുഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. എനിക്ക് വയ്യ ഇവിടെ കിടന്ന് ശ്വാസം മുട്ടിപ്പെടയാൻ. ഞാൻ വിടില്ല നിന്നെ. അങ്ങനെ പറഞ്ഞ എങ്ങനെയമ്മേ? അമ്മ എത്ര കാലം കിടന്ന് കഷ്ടപ്പെട്ട കാശാ ആ സുന്ദരി കൊണ്ടുപോയത്? അമ്മയുടെ ചികിത്സക്കുള്ള കാശല്ലേ? ആ കാശ് കിട്ടി ചികിത്സിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങ് ചത്തുപോകും, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ നീ ആ സിറ്റിയിലേക്ക് പോയാ നിനക്കെന്തേലും പറ്റും. അതുകൊണ്ടാ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞേ. അമ്മേ, അങ്ങോട്ടേക്ക് ചെന്നാലുണ്ടല്ലോ, ആളുകളെയൊക്കെ കൂട്ടിയിട്ട് പണം വാങ്ങിച്ചു കൊടുക്കാന്ന് ആ കുട്ടി വാക്ക് പറഞ്ഞിരിക്കുക. അതുകൊണ്ടല്ലേ അവള് പോകാന്ന് വാശി പിടിക്കുന്നേ. ഒരു തവണത്തേക്ക് ഒന്ന് വിടമ്മേ, പിന്നെ അവള് പോവൂല. അതെ, ഇക്കാര്യത്തിന് അമ്മ സമ്മതിച്ചില്ലെങ്കില് പിന്നെ ഞാൻ ഒരു കാര്യത്തിനും വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. അമ്മ എന്റെ കല്യാണക്കാര്യം പറഞ്ഞാ പോലും ഞാൻ സമ്മതിക്കില്ല. എന്നോട് വാശി കാണിക്കുന്നത് എന്തിന്? തട്ടിക്കൊണ്ടു പോയതും കാട്ടിൽ കൊണ്ടിട്ടതുമൊക്കെ എനിക്കങ്ങനെ മറന്നു കളയാൻ പറ്റുമോ? അമ്മേ, അത് ആള് മാറിപ്പോയതല്ലേ. അമ്മ ഒരു തവണ, ഒരു ഒറ്റ തവണ ഇത് കഴിഞ്ഞ സുന്ദരിയുടെ കാര്യം അമ്മയുടെ അടുത്ത് പറയേയില്ല. ശരി, പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണം. ആ പിന്നെ ഒരു പ്രത്യേക കാര്യം, ആ ഗോപാലനുമായിട്ട് ഒരു കൂട്ടും വേണ്ട. എന്നെ ഒരുപാട് സഹായിച്ച ആളല്ലേ അമ്മേ. അതിന്റെ നന്ദി കാണിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. അയാളൊരു നുണയന്, സ്വന്തം പെങ്ങളോട് ദുബായിലാണെന്ന് കള്ളം പറഞ്ഞ് നടക്കുന്നവനല്ലേ. അപ്പൊ പിന്നെ ആരോടാ കള്ളം പറയാൻ മടിക്കാത്തത്? അയാൾ എന്തു പറഞ്ഞാലും അതെന്റെ മോള് വിശ്വസിക്കരുത്. ശരി, ഗോപാലമാമ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പോയിട്ട് വരാമേ. തങ്കം. ഉണ്ണിമായെ, നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നീ പോയിട്ട് വാടി. നീ നോക്കുന്നത് പോലെ അമ്മ ഞാൻ നോക്കിക്കോളാം. ശരി.